എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഒരു സംഘർഷം അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചില്ല എന്ന് മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കനത്ത മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ ഇപ്പോൾ തള്ളുകയാണ് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് മൂന്നാം കക്ഷിയെ ഇടപെടുത്താൻ ഇന്ത്യ സമ്മതിച്ചില്ല എന്ന നിർണായക വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രി നടത്തിയിട്ടുള്ളത്. വിദേശ മാധ്യമം ആയ അൽ ജസീറയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. മൂന്നാം കക്ഷിയെ ഉൾപ്പെടുത്തുന്നതിൽ തങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ വിഷയം ഉഭയകക്ഷി പ്രശ്നമാണ് എന്നതിൽ ഇന്ത്യ ഉറച്ചു നിന്നു എന്നുമാണ് ഇഷാഖ് ദർ അൽ ജസീറയോട് വെളിപ്പെടുത്തിയത്. Any negotiation happening with India? Is there a third party involved? Are you open to third party involvement? Well, we don't mind, but India has categorically been stating it's a bilateral, so we don't mind bilateral. When we met 25th of July, bilateral meeting myself with Secretary Rubio in Washington, I asked him what happened to the dialogue. Says India says that it is a bilateral issue. We don't. So we are not begging for anything. If any country wants dialogue, we are happy, we are welcome. We are a peace-loving country. We believe that dialogue is the way forward. But obviously, it takes two to tango. So unless India wishes to have dialogue, we can't force dialogue. We don't wish to force dialogue. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, പാക് മന്ത്രിയുടെ ഈ പ്രതികരണം എന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന് കൂടിയുള്ള ഒരു മറുപടിയായി മാറുന്നില്ല. കാരണം ട്രംപ് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് തന്നെ സ്വയം അവകാശപ്പെടുന്ന സാഹചര്യം, വിദേശകാര്യ മന്ത്രിയും വക്താക്കളുമെല്ലാം അത് നിഷേധിക്കുന്ന പശ്ചാത്തലം, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കുന്ന സാഹചര്യം, സഭയിലടക്കം പാർലമെന്റിലടക്കം ഇന്ത്യക്ക് നിലപാട് ആവർത്തിക്കേണ്ടി വന്ന പശ്ചാത്തലം. അതിനിടയിലാണല്ലോ ഇപ്പോൾ പാക് മന്ത്രി തന്നെ പറയുന്നു പാകിസ്ഥാന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യ മൂന്നാമതൊരാളെ ഇടപെടുത്താൻ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഏതൊരു രാജ്യത്തെയും ഇടപെടുത്താൻ അനുവദിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലോ വളരെ കൃത്യമായി പാകിസ്ഥാനും പറയുന്നത്. അഭിലാഷ്, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ വിദേശ മാധ്യമമായ അൽ ജസീറയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൽ അത് വെടിനിർത്തലിലേക്ക് എത്താൻ ഇന്ത്യയും പാകിസ്ഥാനും അല്ലാതെ മൂന്നാമതൊരു രാജ്യം, അതായത് അമേരിക്ക ഇടപെട്ടു എന്നുള്ള അമേരിക്കയുടെ വാദത്തെ വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാദത്തെ വരെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞിരിക്കുന്നത്. അതായത് തങ്ങൾക്ക് പാകിസ്ഥാന് സമ്മതമായിരുന്നു ഈ വിഷയത്തിൽ ഒരു മൂന്നാമത്തെ രാജ്യത്തെ ഇടപെടുത്താൻ, പക്ഷേ ഇന്ത്യ അതിന് സമ്മതിച്ചില്ല എന്നുള്ള നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇഷാഖ് ദർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് രാജ്യത്തിനകത്തുള്ള ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനുമുള്ള ഒരേ സമയം ഇരുപക്ഷത്തേക്കുമുള്ള മറുപടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. കാരണം വലിയ രീതിയിൽ രാജ്യത്തിനകത്ത് പ്രതിപക്ഷം 1971 സിംല കരാറുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ബൈലാറ്ററൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങൾ മൂന്നാമതൊരു കക്ഷി ഇല്ലാതെ തന്നെ പരിഹരിക്കാമെന്നുള്ളൊരു കരാറിലേക്ക് എത്തുന്നതും ആ കരാറിന്റെ ലംഘനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അല്ലെങ്കിൽ വെടിനിർത്തലിലോ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തലിൽ അമേരിക്ക ഇടപെട്ടു എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ഭരണപക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാക് വിദേശകാര്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തങ്ങൾക്ക് സമ്മതമായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് അമേരിക്ക ഇടപെടുത്താൻ പാകിസ്ഥാന് സമ്മതമായിരുന്നു. എന്നാൽ ഇന്ത്യ പറഞ്ഞത് ഇതൊരു ഉഭയകക്ഷി ചർച്ചയ്ക്കാണ് വേണ്ടത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്യും, അതിൽ മൂന്നാമത്തെ ഒരു രാജ്യം ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഉറച്ചു നിന്നു. ജൂലൈ 25 അമേരിക്കയിൽ ചെന്നപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് താൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ നിങ്ങൾ അറിയിച്ചിരുന്നല്ലോ ഇതിൽ നമ്മൾ ഇടപെടാൻ തയ്യാറാണ്, ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന്. പക്ഷേ പിന്നെ എന്തുകൊണ്ട് അത് ഉണ്ടായില്ല എന്ന് മാർക്കോ റൂബിയോട് ഇഷാഖ് ദർ ചോദിച്ചപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്കും താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ
ഇന്ത്യ സമ്മതിച്ചില്ല എന്നാണ് ഈ മാർക്കോ റൂബിയോ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഇഷാഖ് ദർ അൽ ജസീറയോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ്. ഇതിപ്പോൾ BJPക്ക്, രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന് നേരെ ഈ ഒരു ബൈറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ ഇതിൽ മൂന്നാമത്തെ ഒരു കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന്. അഭിലാഷ്, തീർച്ചയായും ഈ വിവാദം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നല്ല എങ്കിൽ പോലും പാക് മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് നൽകുന്ന ഒരു മറുപടി കൂടിയായി അത് മാറും.